ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇൻവെർട്ടർ എ സിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻവെർട്ടർ എ സിയുടെ ഓപ്പറേഷൻസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒരു 2-3 സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ നോർമൽ എ സി ആൻഡ് ഇൻവെർട്ടർ എ സി. നോർമൽ എ സി എന്ന് പറഞ്ഞാൽ നോൺ ഇൻവെർട്ടർ എ സി, അതായത് നമ്മൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എ സിയാണ് നോർമൽ എ സി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് എ സിയുടെ ഓപ്പറേഷൻസാണ് നമ്മൾ ഈ രണ്ട് ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നോർമൽ എ സി ഫിക്സഡ് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻവെർട്ടർ എ സി വേരിയബിൾ സ്പീഡാണ് അതിൻ്റെ കംപ്രസർ മോട്ടോറിനും കണ്ടൻസർ മോട്ടോറിനും ഒക്കെ ഉള്ളത്. വേരിയബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഹൈയും ലോയുമായിട്ട് മാറുന്ന ഒരു സംവിധാനം. അപ്പോൾ നമുക്ക് ഫിക്സഡ് സ്പീഡുള്ള നോർമൽ എ സിയുടെ വർക്കിംഗ് നമുക്ക് നോക്കാം. അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റൂം ടെമ്പറേച്ചർ, അതായത് കൂൾസ് ദ റൂം കൂളായതിനു ശേഷം സമയത്ത് എന്ത് ചെയ്യുന്നു? കട്ട്സ് ഓഫ് എന്ന് പറഞ്ഞാൽ എ സി ഓഫ് ആകുന്നു. ദെൻ റൂം ഗെറ്റ്സ് വാം, റൂം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? എ സി റീസ്റ്റാർട്ട്സ് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. നോർമൽ എ സി ആണ് നമ്മളുടെ റൂമിലിരിക്കുന്നതെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? എ സി കംപ്രസർ അതിൻ്റെ യൂണിറ്റ് ഓഫാകുകയും റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ് നോർമൽ എ സികളിൽ ഉള്ളത്. ഇനി ഇൻവെർട്ടർ എ സിയുടെ വർക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇൻവെർട്ടർ എ സി വേരിയബിൾ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻവെർട്ടർ എ സി വെച്ചേക്കുന്ന ഒരു റൂമാണെങ്കിൽ സെറ്റ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എ സി ഓഫാവാതെ കംപ്രസർ സ്പീഡ് കുറയുകയും റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് അപ്പാകുകയും, അതായത് കൂടുകയും ചെയ്യുന്നു. അഡ്ജസ്റ്റ് ടു എ സ്ലോവർ സ്പീഡ്, അതായത് റൂം ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്നു. എങ്ങനെ? സ്ലോവർ സ്പീഡിലേക്ക് മാറുകയും റൂം ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ സ്പീഡ് അപ്പാകുകയും ചെയ്യുന്നു. ഇപ്പോൾ നോർമൽ എ സി ആണെങ്കിൽ റൂം ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എ സി ഓഫ് ആകുകയും, ഇൻവെർട്ടർ എ സി ആണെങ്കിൽ സ്പീഡ് വേരി ചെയ്ത് സ്പീഡ് കുറയുകയും ചെയ്യുന്നു. റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നോർമൽ എ സികളിൽ കംപ്രസർ റീസ്റ്റാർട്ട് ചെയ്യുകയും ഇൻവെർട്ടർ എ സിയിൽ സ്പീഡ് ഹൈ ആവുകയും ചെയ്യുന്നു, സ്പീഡ് കൂടുകയും ചെയ്യുന്നു, അപ്പാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തുവാ? നോർമൽ എ സി ഓണും ഓഫും ആകുന്ന സമയത്ത് ഇവിടെ ഓഫ് ആകാതെ സ്പീഡിൽ വേരി ചെയ്യുന്നു. അതാണ് വേരിയബിൾ സ്പീഡുള്ള കംപ്രസർ മോട്ടോർ ഉപയോഗിക്കുന്നത്. സ്പീഡ് വേരി ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കംപ്രസറുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് നോർമൽ എ സിനെ അപേക്ഷിച്ച് ഇൻവെർട്ടർ എ സിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞേക്കണേ. എനർജി കൺസംപ്ഷൻ എങ്ങനെയായിരിക്കും? ലെസ് ആയിരിക്കും. കൺസ്യൂംസ് ലെസ് എനർജി. എങ്ങനെയാണ് കൺസ്യൂം ലെസ് എനർജി ഇൻവെർട്ടർ എ സികൾ എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് എനർജി ലെസ് ആകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പീഡ് വേരി ചെയ്യുകയാണ്. അതായത് കംപ്രസർ വൺ ടൈം ഓൺ ആക്കി കഴിഞ്ഞാൽ, അതായത് എ സി വൺ ടൈം ഓൺ ആക്കി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ് എന്നൊരു സംവിധാനത്തിലേക്ക് വരാതെ സ്പീഡ്, അതായത് നമ്മുടെ റൂം തണുത്ത് കഴിഞ്ഞ് നമ്മൾ സ്പീഡ് കുറയുകയും റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് കട്ട് ഓഫ് അതായത് ഓൺ ഓഫ് എന്നൊരു സംവിധാനം ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഓൺ ഓഫ് വരുന്നില്ല. നോർമൽ എ സികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂം ടെമ്പറേച്ചർ എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കംപ്രസർ ഓഫ് ചെയ്യുകയും റൂം ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ കംപ്രസർ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒറ്റ സ്പീഡുള്ളൂ, ഓഫും ഓണും ആവുന്നു. അതായത് ഓൺ ഓഫ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കംപ്രസറുകൾ അല്ലെങ്കിൽ ഏതൊരു മോട്ടറായാലും സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ എനർജി കൺസപ്ഷൻ കൂടുതലായിരിക്കും. അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എനർജി കൺസപ്ഷൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊരു മോട്ടറുകൾക്കായാലും സ്റ്റാർട്ടിംഗ് ടോർക്ക് നുള്ള എനർജി കൺസപ്ഷൻ കൂടുതലായിരിക്കും. അതുമൂലമാണ് നോർമൽ എ സികൾ ഓൺ ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇൻവെർട്ടർ എ സികളെ അപേക്ഷിച്ച്
കറണ്ട് കൺസംഷൻ, അതായത് എനർജി കൺസംഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ നോർമൽ എ സിയും ഇൻവെർട്ടർ എ സിയുടെയും വർക്കിംഗ് ഒരു പ്രാവശ്യം ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി പറയുകയാണ്. നമ്മൾ നോർമൽ എ സി വെച്ചേക്കുന്ന റൂമിലാണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡിൽ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് റൗണ്ട് ചെയ്ത്, അതായത് റൂം ടെമ്പറേച്ചർ നമ്മുടെ റൂമിലെ എ സി 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്, 25 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എ സിക്ക് എന്ത് സംഭവിക്കും? കംപ്രസർ സ്റ്റോപ്സ്, അതായത് കംപ്രസർ സ്റ്റോപ്പ് ആവുന്നു. തെർമോസ്റ്റാറ്റ് കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും അത് 2 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ്, അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കംപ്രസർ സ്റ്റാർട്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 25 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ റൂമിൽ എ സി സെറ്റ് ചെയ്തു. 25 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നോർമൽ എ സികളിൽ 25 ഡിഗ്രി സെൽഷ്യസിൽ റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കംപ്രസർ ഓഫ് ചെയ്യുകയും ദെൻ ഇവിടെ 2 ഡിഗ്രിയാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ വെച്ചാണ്, അതുകൊണ്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഓൺ ഓഫ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പവർ കൺസപ്ഷൻ എങ്ങനെയായിരിക്കും? കൺസ്യൂം മോർ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചെടുക്കുന്ന സമയത്ത് ഈ ഓൺ ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് മോർ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു. ഇനി ഇൻവെർട്ടർ എ സിയുടെ വർക്കിംഗ് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിലാണ് റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കണേ. ഇൻവെർട്ടർ എ സി വെച്ചേക്കണു. ഇൻവെർട്ടർ എ സി വർക്ക് ചെയ്ത് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കംപ്രസർ ഡസ് നോട്ട് എൻറ്റയർലി സ്റ്റോപ്പ്. കംപ്രസർ പൂർണ്ണമായി സ്റ്റോപ്പ് ആകാതെ, ഓഫ് ആവാതെ എന്ത് ചെയ്യുന്നു? സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കംപ്രസറിൻ്റെ സ്പീഡ് കുറയുന്നു. അതായത് കംപ്രസർ ഡസ് നോട്ട് എൻറ്റയർലി സ്റ്റോപ്പ്, കംപ്രസർ സ്റ്റോപ്പ് ആകുന്നില്ല, സ്പീഡ് എന്ത് ചെയ്യുന്നു? സ്ലോ ആകുകയും ദെൻ 26ലേക്ക് 26 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കംപ്രസർ സ്ലോലി ഇൻക്രീസ് സ്പീഡ് കൂടുകയും ചെയ്യുന്നു. അതായത് 25ലേക്ക് വരുമ്പോൾ സ്പീഡ് കുറയുകയും 26ലേക്ക് കംപ്രസർ റൂം ടെമ്പറേച്ചർ എത്തുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഓഫും ഓണും ആകാതെ, അതായത് ഓൺ ഓഫ് മെത്തേഡ് ഉപയോഗിക്കാതെ കംപ്രസർ വേരിയബിൾ സ്പീഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനർജി കൺസപ്ഷൻ വളരെ നോർമൽ എ സിനെ അപേക്ഷിച്ച് ഇൻവെർട്ടർ എ സിക്ക് കുറവായിരിക്കും. ദെൻ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി പറയുകയാണെങ്കിൽ, നോർമൽ എ സി ഓൺ ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നത് തന്നെ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് ശബ്ദം, ഓൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ ഓഫ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം വളരെ കുറവായിരിക്കും. ഇൻവെർട്ടർ എ സി ഡസ് നോട്ട് ഗോ ഓൺ ഓഫ്, അതുകൊണ്ട് എന്തായിരിക്കും? ക്വയറ്റർ, ശാന്തമായിട്ടുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ആയിരിക്കും. ഇൻവെർട്ടർ എ സി നമ്മൾ പഠിച്ചു. എന്താണ് ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോർമൽ എ സി അപേക്ഷിച്ച് ഇൻവെർട്ടർ എ സി വൺ ടൈം ഓൺ ആക്കി കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ, അതായത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഇൻവെർട്ടർ എ സിയുടെ കംപ്രസർ മോട്ടറിൻ്റെ സ്പീഡ് സ്ലോ ആകുകയും റൂം ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ എ സിയുടെ സ്പീഡ് എന്ത് ചെയ്യുന്നു? അപ്പാവുകയും ചെയ്യുന്നു. ഈ രീതിയിൽ, അതായത് ഓൺ ഓഫ് മെത്തേഡ് ഉപയോഗിക്കാതെ സ്പീഡ് വേരി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഇൻവെർട്ടർ എ സികൾക്ക് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇൻവെർട്ടർ എ സിയുടെ വർക്കിംഗ് വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു.